എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ, അതായത് FIUGPയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കാം. നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിൽ ഇതിനെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ, അതായത് ഇപ്പോൾ സാധാരണ എല്ലാ വർഷങ്ങളിലും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടും വേറെ വേറെയാണ്. FIUGP വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം 3 മുതലാണ്. എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം 12 തീയതി മുതലാണ്. ഈ രണ്ട് പരീക്ഷകളുടെയും ഡീറ്റെയിൽഡ് ടൈം ടേബിളും സ്കെഡ്യൂളും ഒക്കെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആണ്. അത് FIUGP പരീക്ഷ ടൈം ടേബിൾ ആയാലും ശരി, അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ടൈം ടേബിൾ ആയാലും ശരി, യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. പ്രിയ വിദ്യാർത്ഥികളോട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, കാരണം പഠിച്ചു മുന്നേറുക. സാധാരണ എല്ലാ വർഷങ്ങളിലും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ വേറെയും FIUGP വിദ്യാർത്ഥികളുടെ വേറെയുമാണ്. അതുകൊണ്ട് തന്നെ സപ്ലി ഉള്ളവർ മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾക്കത് ക്ലാഷ് ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, പിന്നീട് ഓരോ സെമസ്റ്റർ പരീക്ഷകൾ കംപ്ലീറ്റ് ആയി പോകുമ്പോഴും അത് പൂർത്തീകരിച്ച് തന്നെ പോകുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അല്ലെങ്കിൽ പിന്നീട് അത് എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്ലികൾ ക്ലിയർ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മേഴ്സി ചാൻസ് പരീക്ഷകളൊക്കെ മാത്രമേ പറ്റൂ. അതിനൊക്കെ വേണ്ടി ചിലപ്പോൾ 1 ഇയർ 2 ഇയർ ചിലപ്പോൾ ഒരു ലോങ് പീരീഡ് തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായും പഠിച്ചു മുന്നേറുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് കൊടുത്ത ബൈ.